ഇസ്ലാം മത വിശ്വാസികളിൽ കണ്ട മറ്റൊരു വലിയൊരു ഗുണം ഞാൻ കണ്ടത്, വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ എൻ്റെ പള്ളിയിലുള്ള വിശ്വാസികളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഈ പാലക്കാട് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രൂപത എന്നാണ് പറയുക, ഇങ്ങനെ ഓരോ ജില്ലയെ തിരിച്ച് രൂപത എന്ന് പറയുക. അപ്പോൾ ഞാൻ പാലക്കാട് രൂപതയുടെ ബോർഡറിലാണ്. പാലക്കാട്, അപ്പുറത്ത് താമരശ്ശേരി, തലശ്ശേരി, ഈ പ്രദേശങ്ങളിലുള്ള ഒരുപാട് അനാഥ മന്ദിരങ്ങളിലും വൃദ്ധ മന്ദിരങ്ങളിലും ഒക്കെ ഞാൻ സന്ദർശനം നടത്താറുണ്ട്. ഇന്ന് വരെ ഒരു അനാഥ മന്ദിരത്തിലോ ഒരു വൃദ്ധ മന്ദിരത്തിലോ ഒരു ഇസ്ലാം മത വിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല. പ്രായം ചെന്ന മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുകയോ നട തള്ളുകയോ വല്ല വൃദ്ധമന്ദിരങ്ങളിൽ അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടുചെന്ന് അല്പം പൈസ ഏൽപ്പിച്ച് തള്ളുകയോ ചെയ്യുന്നത് അതിൽ ക്രൈസ്തവരും ഹൈന്ദവരുമാണ് കൂടുതൽ. ഒരൊറ്റ ഇസ്ലാം മത വിശ്വാസിയെ, പ്രായം ചെന്ന ഒരു ഉമ്മയെ ബാപ്പയെ ഞാൻ ഇന്നു വരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധമന്ദിരത്തിലോ കണ്ടിട്ടില്ല. അത് വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടെ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ എടത്തനാടിന്റെ പൊൻപാറ പ്രദേശത്ത് ഒരു വീട്ടിൽ, ഞങ്ങളുടെ ഒരു വീട്ടിൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മക്കളും മരുമക്കളും ഈ പ്രായം ചെന്ന അമ്മയും തമ്മിൽ പൊരിഞ്ഞ കലഹവും രാത്രി ബഹളവുമായിട്ട് ചുറ്റും താമസിക്കുന്ന ഈ മുസ്ലിം സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് അച്ഛൻ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങാൻ ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് രാത്രി ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവര് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നോട് പറഞ്ഞാണ്, അച്ഛൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരിക്കലും വൃദ്ധരായ മാതാപിതാക്കളെ തള്ളുകയോ അവരെ ഉപേക്ഷിക്കുകയോ അവരോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുകയോ ചെയ്യില്ല. പക്ഷെ അത് ഞാൻ വിചാരിച്ചു അത് ചുമ്മാ പറഞ്ഞതാണെന്ന്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. അപ്പൊ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ചാണെങ്കിലും ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചാണെങ്കിലും ഇസ്ലാം മത വിശ്വാസം അനുസരിച്ചാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശുദ്ധമായ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരമാണ്. മനുഷ്യന്റെ ശരീരമാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലയം. ദൈവം വസിക്കുന്നത് മനുഷ്യനിലാണ്. നമ്മള് ലക്ഷങ്ങളോ കോടികളോ ചെലവഴിച്ച് സിമെന്റ് കൊണ്ടോ മണൽ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഒക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ദേവാലയങ്ങളിൽ, അമ്പലങ്ങളിൽ, പള്ളികൾക്കകത്താണ് ദൈവം ഇരിക്കുന്നത്, അവിടെയാണ് ദൈവം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ശരിയാണ്. ഒരു പരിധി വരെ അതൊക്കെ അതിൽ ശരിയുണ്ട്. പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ, ക്രിസ്ത്യാനി ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, തൻ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യനിൽ ദൈവമുണ്ടെന്നും ദൈവാംശമുണ്ടെന്നും അവൻ ദൈവമാണെന്നും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവനോട് കാണിക്കുന്ന കരുണയാണ് ദൈവത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്നും എന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, അന്നേ മതങ്ങൾക്ക് മൂല്യമുള്ളൂ.